ഗൈസ്, അപ്പൊ ഇന്ന് ഭയങ്കര വെയില്. അപ്പൊ നമ്മൾ വിചാരിച്ച് ഈ ചുട്ട വെയിലത്ത് ഒരു ഐസ് ബിൽഡിംഗ് ഉണ്ടാക്കിയാലോ. ബിൽഡിംഗ് അല്ല, ഒരു പുതിയ വീട് ഐസിൽ. അപ്പൊ ഈ ഒരു വലിയ ഏരിയയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ പൊരിഞ്ഞ വെയിലത്താണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയുടെ ഡിസൈനിങ് ആനിയാണ് പ്ലാൻ. പ്ലാൻ എല്ലാം വരയ്ക്കാണ് എളുപ്പം തന്നെ. ഇത്ര സ്പേസ് എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞുതരാ. ഇവിടെ നിന്ന് ഇങ്ങനെ ഐസ് ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ഡോർ. അപ്പൊ നീ കാൽക്കുലേറ്റ് ചെയ്യ് എത്ര ഐസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഐസിലാണ് കളിക്കാൻ പോകുന്നത്. നമ്മൾ ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കണം. ഫുള്ള് സേഫ് ആൻഡ് സെക്യൂർ അല്ല, തടുത്ത് കിടങ്ങും. വീഡിയോയിൽ വരണ്ടായിരുന്നു. അപ്പൊ നമുക്ക് സാധനങ്ങൾ ഇറക്കാം. പിടിക്കുവാ. ഇതെല്ലാം ഒട്ടിയിരിക്കുന്നു. ഇങ്ങനെ നീക്കടാ. അവിടെ നിന്ന് എടുക്കാം. കൈ മാത്രം കവർ ചെയ്തിട്ട് കാര്യമില്ല, ബോഡി ഫുള്ള് കവർ ചെയ്യണം. ഞാൻ പറയട്ടെ, മറ്റേ നമ്മൾ ഒരു തടി ഇങ്ങനെ ചരിച്ചു വെക്കാം, എന്നിട്ട് ഇങ്ങനെ അവരെ പോലെ ഇങ്ങനെ ഇറക്കി വിട്ടാ പോരെ. എളുപ്പ പരിപാടി. കോൺട്രാക്ടർ ആനി ഇങ്ങനെ താത്തിയിടും. നമ്മൾ എന്തൊക്കെ കാണണമെങ്കിൽ എന്തൊക്കെ വഴികളാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാവൂ. നമ്മൾ എടുത്ത ഐസ് എല്ലാം ഓരോ തമ്മിൽ ഭയങ്കരമായിട്ട് കട്ടി പിടിച്ചു ഗൈസ്. ഭയങ്കര ടാസ്ക്, വിചാരിച്ച പോലെ അല്ല. പയ്യെ 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 പയ്യെ. സക്സസ്ഫുൾ. ഈ സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. ഇത് കൊള്ളാം, എളുപ്പത്തിൽ എല്ലാം എടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോയില്ലെങ്കിൽ പറഞ്ഞ ഐസ് എല്ലാം പൊട്ടും. അതുകൊണ്ട് നമ്മൾ ഇത് തള്ളിക്കൊണ്ടുപോകും. ഞാൻ പോവാന്ന് മാറ്. ഗൈസ്, സ്ട്രാറ്റജി കിട്ടി. ഇനി ഭയങ്കര എളുപ്പമായി. അതല്ല ഇത് പൊട്ടിയിടണം. പണ്ണതല്ല, ഇത് ഒരു വണ്ടിയായുള്ളൂ. ഇതുപോലത്തെ ഒരു വണ്ടിയുടെ നമുക്ക് വരാനുണ്ട്. ഇതൊക്കെ തന്നെ നടക്കും, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യം ഇളക്കിയിട്ട് തന്നെ പോകുന്നുള്ള തീരുമാനത്തിൽ പിച്ചാത്തിയൊക്കെ കൊണ്ട് ഇവിടെ ഓരോ ആൾക്കാർ ഗ്ലൗ ഒന്നും ഇല്ലാതെ കഷ്ടപ്പെടുമ്പോ ഷൂ ആയിട്ട് വെറുതെ നിൽക്കുന്നോടെ. അംലാസിയമ്മയുടെ ബുദ്ധി വിമാനം തന്നെ. വാ വാ, പൊട്ടി പൊട്ടി പൊട്ടി. ടെക്നിക്ക് കിട്ടി. നാലിൽ ഒരു ഭാഗം ഇറക്കിയപ്പോ തന്നെ ചത്തായി. അപ്പൊ തന്നെ അതിന് നമുക്ക് ജ്യൂസോ കൊണ്ടുവന്ന് കഴിച്ചു. നമുക്ക് ഇതിന്റെ ടെക്നിക്ക് ഇപ്പോഴും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ഐസ് പീസസ് എല്ലാത്തിനും ഇതിന്റെ ഇടയിലാക്കുന്നു. ചിലപ്പോ അത് ഒട്ടിയാലോ. എല്ലാ ഐസും കട്ട പിടിച്ചായി. കുറച്ചു നേരം ഇവിടെ ഇരുന്നു, 1 hour ഇവിടെ ഇരുന്നപ്പോ തന്നെ. എനിക്ക് പിടിച്ചോ. ഇത് എന്താ നിക്ക്, അത് ആദ്യം ഇല്ല. പൊരിഞ്ഞ വെയിലത്ത് ഐസും കട്ടയുള്ള പരിപാടി കുറച്ച് ടാസ്ക് ആണേലും നല്ലതായിട്ട് വന്നാ നമുക്ക് എന്റെ കൈ ടാൻ അടിച്ച് എല്ലാത്തിനും ഞാൻ വരണം. നമ്മളിപ്പം ഇന്റീരിയർ വർക്ക് ഇതിന് ക്യാപ് ഡിസൈൻസിനാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. കറക്റ്റ് എങ്ങനെ വീട് ബിൽഡ് ചെയ്യാമെന്നുള്ളത് അഭിഞ്ചാട് നമുക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഇതിൽ ഇന്റീരിയർ ആനി അഭിഞ്ചാണ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ലോറിയുടെ ഫുൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ബേസ് എല്ലാം ഒന്ന് കെട്ടിയിട്ട് അതിന് രണ്ടാമത്തെ കല്ല് വെക്കാം. കല്ലല്ല, രണ്ടാമത്തെ ഐസ്. നമുക്ക് ഒരു ദിവസം 5 കല്ല് വെക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ മേസ്ത്രിയുടെ ഒക്കെ ഒരു ചിട്ടം. പക്ഷെ നമ്മൾ കുറെ കല്ല് വെച്ച് കഴിഞ്ഞു. എനിക്ക് തൂക്കാൻ പറ്റുന്നില്ല, അല്ലേ ഞാൻ തൂക്കിയേനെ.
ഗൈസ് ഒരു വണ്ടിയിലെ ഫുൾ ഐസ് ഇറക്കി, ഇനി അടുത്ത വണ്ടിയിൽ ഐസ് നമ്മൾ എടുക്കാൻ പോവാണ്. കിട്ടോ ഗൈസ്? അങ്ങനെ മൂന്നാമത്തെ ലെയർ ഇവിടെ ആയി ഗൈസ്. ഇതാ എന്നെ എന്റെ ആഗ്രഹം നീ സാധിച്ചു. ഗൈസ് ഇവിടെ ഐസ് കൊണ്ട് പണി നടക്കുന്നതിനെക്കാട്ടിൽ ഐസ് കൊണ്ടുള്ള കളികള്. ഞാനും ആനിന്ന് തുടങ്ങിയ പണിയായിരുന്നു. ഇപ്പൊ വീട്ടുകാരെല്ലാരും നമ്മുടെ കൂടെ നിന്നിട്ട് ഇതിന് കണ്ട തീരണില്ല സാധനം. അതാണ് ഗൈസ് കുടുംബം എന്ന് പറയുന്നത്. ഗൈസ് മൂന്നാമത്തെ ലെയർ കഴിയാറായി, നാലാമത്തെ ലെയർ നമ്മൾ വെക്കാൻ പോണേ. നല്ലൊരു മഴക്കാർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അറിയത്തില്ല, മഴ പെയ്താലും സീനില്ല. മഴ വന്നാ ഇത് ഫെയിൽ ആവത്തില്ല, മഴയിൽ അങ്ങ് ഒലിഞ്ഞു പോവും. അപ്പൊ വേറെ കണ്ടന്റ് ആവും. നമ്മള് ചത്ത് ഗൈസ്, ഇനി നമുക്ക് വയ്യ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇതിന്റെ ഇതൊക്കെയാ എല്ലാം തരതരതരെന്ന് വിടുവല്ലോ. പറഞ്ഞെല്ലാം പൊട്ടും, ഞാൻ പറഞ്ഞാണ് എല്ലാം പൊട്ടും. അമ്മ പേടിച്ചു. ഗൈസ് നമുക്ക് റൂഫിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ മുള കട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഒരു റൂഫിനുള്ളതായി ഗൈസ്. ഇത് 3-4 എണ്ണം വേണം. ഗൈസ് നമുക്ക് മേലെ റൂഫ് പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുള്ള മുള കട്ട് ചെയ്തെടുക്കണം. ഗൈസ് നമ്മൾ മുള എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് മേലെ വെക്കാൻ വേണ്ടി ഇത് കട്ട് ചെയ്തെടുക്കണം. ഗൈസ് നമ്മൾ മുള എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് നമ്മൾ കെട്ടും. ഇങ്ങനെ കെട്ടി വെച്ച് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും. തണുപ്പുണ്ടോ? നമ്മള് സീറ്റ് ഉണ്ടാക്കി വെച്ച് തണുപ്പുണ്ടോ? തണുപ്പില്ലേ? ഏകദേശം സെറ്റായി. ഇനി നമ്മൾ റൂഫ് കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക. ഇതുണ്ടല്ലോ നമ്മൾ 4 സൈഡ് ഇങ്ങനെ കെട്ടിയില്ലേ, ഒരു കമ്പ് ഇങ്ങനെ മുകളിൽ പൊക്കി വെച്ചിട്ട് ഷീറ്റ് ഇങ്ങനെ ഇടും. നോക്ക് ഭാവിക്ക് സുഖം തന്നെ. നമ്മൾ റൂഫെല്ലാം സെറ്റ് ചെയ്ത് ഇനി നമ്മൾ ഫ്ലോർ സെറ്റ് ചെയ്യാൻ പോകുന്നു. ഗൈസ് അതന്നെ, ഫ്ലോർ നമ്മൾ ഫുൾ ഐസ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഫുള്ള് നമ്മൾ ഐസ് നിറയ്ക്കാൻ പോവാണ്. ഇത് ഫുള്ള് പൊട്ടിച്ച് അകത്താക്കണം നമുക്ക്. നമ്മളെ ചെക്കന്മാര് വന്ന് പണിയെടുക്കാൻ. ബാക്കി വരുന്ന പീസ് എല്ലാത്തിനും എടുത്താണ് നമ്മൾ ഫ്ലോറിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാം ഇടിച്ച് പൊട്ടിക്കുന്നു നമ്മൾ. എങ്ങനെ ഗൈസ് അങ്ങനെ കുറെ മണിക്കൂറിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു ഗൈസ്. നമ്മൾ മാത്രമല്ല കഷ്ടപ്പെട്ടുണ്ടാക്കി, ഇവിടത്തെ എല്ലാവരും കഷ്ടപ്പെട്ടാണ് ഈ സാധനം. എല്ലാവർക്കും ഒരു കയ്യടി. ഗാലറി സപ്പോർട്ട്, ഗാലറി സപ്പോർട്ട് ഉണ്ട്. എല്ലാവരുടെ കൈ ഇങ്ങനെ ചുവന്നു. എല്ലാരും ചത്ത് ഗൈസ് ചെയ്ത് തീർന്നു. കൈ ചുവന്നില്ലല്ലോ. അത് പോയി. വെറൈറ്റി വീടാണ് കേട്ടോ. ഫുൾ ഐസിനകത്ത് പ്ലാന്റ്, ചെടികൾ എല്ലാം നട്ട് വളർത്തിയ ചെടികളാണ് കഴിച്ചത്. ഇത് കറക്റ്റ് റിയൽ ഐസ് വീടാണ്. കാരണം എന്താ, അകത്ത് ചപ്പലില്ലാതെ കേറാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മഞ്ഞ് മഞ്ഞ് മഴക്കാലം. നമ്മള് ഈ ഐസ് കൊണ്ടുള്ള ഒരു കസേര ഉണ്ട് നമുക്ക്, അതിന് നമുക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഗ്ലൗ വെച്ചിട്ട് ഇരിക്കാം.
ലവ് വെച്ചിട്ടിരിക്കട്ടെ എന്റെ കയ്യിലിരിക്കട്ടെ ഞാൻ ഇപ്പൊ കംഫർട്ടാണ്. 5 സെക്കൻഡ് ഇരിക്കാൻ പറ്റും നമുക്ക്. നമ്മള് താഴെ വെച്ച ബേസ് ഒക്കെ ഇല്ലേ ഭയങ്കരമായിട്ട് കട്ടിയായി മറ്റേ മുകളത്തെ കല്ലുമായിട്ടൊക്കെ. ഇത് എന്റെ മനസ്സ് പറയുന്നത് നാളെ ഉച്ച വരെ ഇതിനെ ഇരിക്കും ഈ സാധനം. കാരണം രാവിലെ നല്ല പൊരിഞ്ഞ വെയിലുണ്ടായിരുന്നു, ഇപ്പൊ നല്ല തണുപ്പ്. അകത്ത് AC ഇല്ലാത്തിരിക്കുന്ന ഫീൽ റൂമിനകത്ത് ഇല്ലേ? ഉറങ്ങൂടെ നല്ല രസമുണ്ട് ഗൈസ്. നമ്മള് കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് പകുതിയിൽ വിചാരിച്ച് ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചു ഗൈസ്. ഇരിക്കുന്ന കല്ലൊന്നും ഇരിക്കുന്നില്ല, മൂന്നത്തെ ലെയർ വെച്ച. പിന്നെ മഴ പെയ്യേണ്ട ആ ഒരു ഇതൊക്കെ വന്നേ ഞങ്ങൾ വിചാരിച്ചപ്പോ തീർന്നു. പക്ഷെ മഴ പെയ്തില്ല ഗൈസ്. കാരണം ഇതിനു വേണ്ടി കുറെ മണി സ്പെൻഡ് ചെയ്തു. അപ്പൊ ഇതെല്ലാം ഫ്ലോപ്പ് ആയി. നോക്കോ, നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്തെല്ലാം കഴിയുമ്പോ മഴ പെയ്യും. നമ്മൾ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തതെന്ന് അറിയാമോ? ഞങ്ങൾ ഈ ഫെബ്രുവരി ജാനുവരി ടൈമിൽ മണാലി പോകാൻ പ്ലാൻ ചെയ്തു. മണാലി അവിടെയൊക്കെ പ്ലാൻ ചെയ്തെന്നറിയാമോ ഗൈസ്? ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സാധനം വീട്ടിൽ തന്നെ പ്ലാൻ ചെയ്തത്. പിന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റാത്ത. ഇന്ത്യയിൽ ഏറ്റവും വലിയ ചൂട് കേരളത്ത്. അതുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്യാതിരിക്കും. ഇത് ഇങ്ങനെ നോക്ക്, ഒലിച്ചോണ്ടിരിക്കണം. ഇങ്ങനെ നോക്ക്, ഇങ്ങനെ നോക്ക്. ഇപ്പോഴും ഐസ് ഒലിച്ചോണ്ടിരിക്കുന്നു. ഉരുകി 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 നമ്മൾ ഇതുപോലത്തെ ഐസിനെ പൊടിച്ച് അതിന്റെ സിമെന്റ് വെക്കുന്ന പോലെയാണ് അവിടെ വെച്ചത്. ആ സാധനങ്ങളാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ചില അടുത്ത് വലിയ വലിയ ഓട്ടകൾ ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ നേരത്തെ അടച്ചായിരുന്നു. അത് ഉരുകി 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 സാധനം ലാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നു. തൊടാൻ പോലും പറ്റിയില്ല ഗൈസ്. ഉണ്ടാക്കി 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 വന്നപ്പം ഈ ഐസൊക്കെ ഇങ്ങനെ ഇരിക്കുക, ഐസിന്റെ മുകളിൽ ഇരിക്കുന്നു. നോ ഷൂസ് മൂലം ഞാൻ അവിടെ ഇരുന്നപ്പോ ഇല്ലേ എന്റെ ബട്ടക്സ് ഫ്രീസ് ആയതുകൊണ്ടാണ് എണീറ്റ് പോയത്. പാന്റ് ഒട്ടിക്കാണിപ്പോ. ഗൈസ്, റിയൽ മഞ്ഞ് വീടാവണമെങ്കിൽ എന്ത് ചെയ്യണം? സ്മോക്ക് കത്തിക്കണം നമ്മള്. എല്ലാ കളറും ഉണ്ടല്ലേ ഇത് വീടിനകത്ത്. ശ്വാസം മുട്ടണ ഗൈസ്. അച്ഛാ ഇതിന്റെ അകത്തോട്ട് പോകുന്ന നല്ല മഞ്ഞ് വീടിനകത്ത്.